അപ്പോൾ നമ്മളിന്ന് പോകുന്ന വാഗമണ്ണാണ്. നമ്മളിപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നേരെ വാഗമൺ റൂട്ടിലാണ്. കാണുന്ന ആ മലകളാണ്, അങ്ങ് ദൂരെ കാണുന്ന മലകളാണ് വാഗമൺ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗൈസ്, അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനന്ത് ഇവിടുന്ന് ജോയിൻ ചെയ്തു. ആ അങ്ങോട്ട് പോ, നീ വെക്കോ, എടാ നടന്നു പോടാ. സൂപ്പർ അല്ലേ പൈൻ ഫോറസ്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്ന വാഗമണ്ണാണ്. നമ്മളിപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നേരെ വാഗമൺ റൂട്ടിലാണ് ഉള്ളത്. അപ്പം അനന്ത് പോവല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ വാഗമണിലേക്ക് പോകണം. ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു 30-40 മിനിറ്റ്സ് കൂടെ ഉണ്ട്. 4-5 കിലോമീറ്റർ ഉള്ളൂ ടൗണിലേക്ക്. ആ ഓക്കെ. അവിടെ നമുക്ക് പൈൻ ഫോറസ്റ്റ് പോകണ്ടേ? ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹോട്ടലിൽ കുഴപ്പമില്ലല്ലേ? ആ, ഇത് നല്ലൊരു ഹോട്ടലാണ്, ഓളം. നല്ലൊരു ഹോട്ടലാണ്. ഇവിടെ നമ്മൾ ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനും കഴിച്ചു. ഗൈസ്, ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഓളം റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു ഗൈസ്. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ടല്ലേ. ഈ നോക്കിക്കത്, എൻ്റെ മോനെ എന്ത് വലിയ മലയെ നോക്കി. നമ്മളിനി അവിടെ വരെ വളഞ്ഞ് വളഞ്ഞ് എത്തണ്ടേ? വാഗമണ്ണിലേക്ക് ആരൊക്കെയോ വീക്കെൻഡ് ആയതുകൊണ്ട് ഫുൾ ടൂർ ഓർഗനൈസ് ചെയ്തു. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇത് അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ചേട്ടന്മാരുടെ ഫോട്ടോ എടുക്കാൻ കുറെ 80കളുടെ വസന്തങ്ങളും 90കളുടെ വസന്തങ്ങളും വണ്ടിയിൽ ട്രിപ്പ് വരുന്ന സ്ഥലമാണ് വാഗമൺ. സൈഡ് എന്താ മോനെ, ഇവിടെ ഓവർടേക്കും പാടില്ലല്ലോ. ഓവർടേക്കും പാടില്ല ഗൈസ്. നിങ്ങൾ കാണുന്നില്ല ഗൈസ്, ഫുള്ള് നമ്മൾ ആ വഴിയാണ് വന്നത്. അവിടുന്ന് താഴേന്ന് കയറി വന്നു. നമ്മളിത് ആ മലയിലേക്കാണ് പോകുന്നത്. അതാണ് നിങ്ങൾ കാണുന്ന വാഗമൺ. പിന്നെ നമ്മൾ മറ്റേ റിസോർട്ടിന്റെ ഷൂട്ടൊക്കെ എടുത്ത് ആ മലയുടെ ബാക്ക് സൈഡിലുണ്ട്. നമ്മളന്ന് പോയില്ലേ? ആ അതെ അതെ അതെ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിരുന്ന ഹൈഡ് ഔട്ട് റിസോർട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് വരും. ഹൈഡ് ഔട്ടും ഇലവിഴ പൂഞ്ചിറ ഒക്കെ. നമ്മളിനി വീണ്ടും ഇവിടുന്ന് കറങ്ങി ഇതാ ആ കാണുന്ന അവിടേക്ക് എത്തണം. ഏതാ വഴി നോക്കിക്ക്. ഇവരെങ്ങനെയാണ് ഈ റോഡൊക്കെ പണിതിട്ടുണ്ടാവുക അല്ലേ? പാറയൊക്കെ അത് നല്ല സെറ്റപ്പ് റോഡ്. ഈരാറ്റുപേട്ട തൊട്ട് വാഗമൺ വരെ എന്ത് അടിപൊളി റോഡാ. ആ മലയിലാണ് മറ്റേ ഭരത്തിന്റെ ഷൂട്ടിങ്ങും. മറ്റേ ഇതല്ലേ യോബിന്റെ പുസ്തകം. ആ ഭരത്ത് പിന്നെ മറ്റേ നമ്മുടെ ഇവിടെയല്ലേ, ഇവിടെ ഏത് കുട്ടിക്കാനം സൈഡാ. ഇവിടെ നോക്ക്, എന്ത് ചെങ്കുത്തായ പാറയാന്ന്. പാറയൊക്കെ ഷേപ്പാക്കി പോളിഷ് ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലോ. അതെ അതെ അതെ. ഇവിടെ എന്തോ സംഭവിച്ചു. വളവും മാത്രമേ ഉള്ളൂ. വാഗമൺ 3 kilometers. അപ്പൊ അവിടെ മോളിൽ ഹിൽ ടോപ്പിൽ എത്തിയിട്ടല്ലേ നമുക്ക് പൈൻ ഫോറസ്റ്റ് പോകണം. അവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകണം. അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് തൊടുപുഴ എന്ന് വരുന്ന ആ റൂട്ടിലേക്ക് പോകും. ലെഫ്റ്റ് പോലെ വാഗമൺ ടൗണിലേക്ക് വന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കുറെ പേര് നമ്മൾ ജീപ്പ് സഫാരിക്ക് കൊടുക്കും. നമുക്ക് പോകണമെങ്കിൽ ജീപ്പ് സഫാരിക്ക് എത്രയാണെന്ന് അറിയില്ല. നിർത്തിയ ചോദിച്ചു നോക്കുക. സാനിനി ബ്ലോഗ് എടുക്കാനുണ്ട്. അതെന്താണ് അത് കാണുന്നത്? റിസോർട്ട് വല്ലാണ് ഗൈസ്. അവിടെ നോക്കൂ ഗൈസ്, എന്തോ ഒരു പുതിയ എന്തോ റിസോർട്ടാണ്. ഈ മറ്റേ സോളാർ പാനൽ വല്ലതാണോ? എനിക്കൊന്ന് വലിയ സോളാർ വല്ലാണെങ്കിലോ ഇവിടെ.
ചെവി അടയ്ക്കുന്നു, ചെവി തുറക്കുന്നു. ഇത് തേയിലത്തോട്ടല്ലടാ? ഇവിടെ നല്ല സ്റ്റാർട്ടിങ് കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മള് ഈരാറ്റുപേട്ട സൈഡിൽ നിന്ന് വരുമ്പോ ഫസ്റ്റ് തേയിലത്തോട്ടം സ്പോട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. ഓക്കെ. ജസ്റ്റ് 2 kilometers. 2 കിലോമീറ്റർ. പീരുമേട് 32. നമ്മളിപ്പോഴും വാഗമൺ കഴിഞ്ഞിട്ടല്ലേ പീരുമേട് പോകുന്നത്? ഓക്കെ. നിങ്ങൾ ഈ കാണുന്നതാണ് വാഗമൺ മഡോസ്. ഈ കാണുന്നതാണ് വാഗമൺ മഡോസ്. ഇവിടെ ഇഷ്ടംപോലെ മൊട്ടക്കൊന്നൊക്കെ ഉണ്ട്. അപ്പം ഇത് വാഗമണിന്റെ വേറൊരു സൈഡാണ് അല്ലടാ? പിന്നെ നമ്മുടെ മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ല, പാരാഗ്ലൈഡിംഗ് അല്ലേ പറയുന്നത്? പാരാഗ്ലൈഡിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ട് പാർക്ക് ഉണ്ട്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ വാഗമൺ, അറിയോ? ടൂറിസം അഡ്വഞ്ചർ പാർക്ക്. ഇല്ല. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, നല്ലതാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഏതായാലും മൊട്ടക്കുന്ന് വാഗമൺ മഡോസ് താഴേക്ക് വരുവാണ്. നമ്മളിപ്പം അങ്ങോട്ട് പോയില്ല. നമ്മുടെ ലൊക്കേഷൻ പൈൻ ഫോറസ്റ്റ് ആണ്. ഈ മുകളിൽ നിന്ന് കുറച്ചുകൂടെ പോയിട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തങ്ങൾപ്പാറയിലേക്ക് പോകാം. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് വേണ്ട, നമുക്ക് പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. പൈൻ ഫോറസ്റ്റ് പിടിക്കാം അല്ലേ? നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കണ്ടേ? കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു KSRTC വന്നാൽ പിന്നെ വിഷയമാണ്. നാളെ എടുക്കാൻ നിർത്തി കഴിഞ്ഞാൽ തങ്ങൾപ്പാറ 1 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ തങ്ങൾപ്പാറയ്ക്ക് പോവാം. ഇതാണ് തങ്ങൾപ്പാറയിലേക്ക് വന്ന വഴി. നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റ് പിടിക്കുവാണ്. ഇവിടെ കുറച്ച് ഓഫ് റോഡ് ആട്ടോ. ഗൈസ് ഇവിടെ കുറച്ച് ഓഫ് റോഡാണ്, അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. സമയമാണ് പ്രധാനം. ഗൈസ് നമ്മൾ പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്ഥലം കണ്ടെടുക്കണല്ലേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. പെയിൻ പാർക്ക് അവിടെ റൈറ്റ് സൈഡ് കയറ്റി വെക്കാം. നേരെ കയറ്റിക്കോ ഇവിടുന്ന് വേറെ നടക്കാനുണ്ടാവും അല്ലേ? പോവില്ല പോവോ? ഓക്കെ, നേരെ ഓട്ടെ. ചേട്ടൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഓഫ് റോഡ് ട്രക്കിംഗ്. വേറെ സ്ഥലമില്ലല്ലോ, ഇവിടെ തന്നെ ആയിരിക്കും മെയിൻ പാർക്കിംഗ്. കുറച്ച് തള്ളത്തിരിക്കട്ടെ. ഇടയ്ക്കൊന്ന് മറന്നു പോകും. മറ്റേ പൊക്കി എടുത്തിട്ട് അതല്ലേ? പൊക്കി എടുത്തിട്ടാണ് ഇടയ്ക്ക് ഞാൻ മറന്നുപോയിട്ടേ വീണ്ടും 6th ഗിയർ ഇടും. ഈ മറ്റേ നിന്റെ ഹ്യുണ്ടായി എടുക്കുന്ന പോലെ. നിങ്ങളുടെ എങ്ങനെയാ? റിവേഴ്സ് തന്നെ. 5ന്റെ ബാക്കിലെ റിവേഴ്സ് ഉള്ള. അതാ 5 ഗിയർ വണ്ടിയാ? ശരിയാണ്, എല്ലാം 5 ഗിയർ. ഇവിടെ കിടന്നാ ഇവിടെ മതിടാ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ പൈൻ വാലിയിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ് ഇതാണ് പൈൻ വാലിയിലേക്കുള്ള എൻട്രൻസ്. ഗോപ്രോയ്ക്ക് പൈസ കൊടുക്കുന്നില്ല, ഗോപ്രോ കേട്ടില്ല എന്നെല്ലാം പറയും. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ.
ഗൈസ് അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനന്ത് ഇവിടുന്ന് ജോയിൻ ചെയ്തു. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ പൈൻ ഫോറസ്റ്റിലാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അനന്തും ഉണ്ട്. അനന്തു ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ ചുമ്മാ ഒരു വീക്കെൻഡായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിനി ഫുൾ നല്ല റഷാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ. അത്യാവശ്യം തിരക്കുണ്ടല്ലേ? അത്യാവശ്യമല്ല, നല്ല രീതിയിലുണ്ട്. നല്ല തിരക്കുണ്ട്. ഞാൻ അങ്ങ് കാണിച്ചു തരാം. നടന്നോളാം. സൂപ്പർ അല്ലേ പൈൻ ഫോറസ്റ്റ്? അടിപൊളി. എന്ത് തണുപ്പല്ലേ, നല്ല കിടിലം പോലത്തെ തണുപ്പ്. അപ്പോൾ നമ്മൾ വാഗമൺ പൈൻ ഫോറസ്റ്റ് വാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടുന്ന് മെല്ലെ എക്സിറ്റ് ആവാൻ വേണ്ടി പോവാണ്. നമ്മൾ അത്യാവശ്യം വീഡിയോസും കവർ ചെയ്തു. ഏതാണ്ട് നമ്മൾ മടുത്തു. നമ്മളിനി കുട്ടിക്കാനം വഴി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി. ഓക്കെ, അപ്പോൾ ആ റൂട്ടിലേക്കാണ് തിരിച്ച് നമ്മൾ പാലയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് വാഗമണ്ണിൽ നിന്ന് കുട്ടിക്കാനം പോകുന്ന റൂട്ട്. നല്ല ദൃശ്യഭംഗിയുള്ള സ്ഥലം. ഇതാ കാണുന്നതാണ് അഡ്വഞ്ചർ പാർക്ക്, വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് ഏലപ്പാറയ്ക്ക് പോകും. ഇവിടെ നേരെ വാഗമൺ ടു ഏലപ്പാറയിൽ നമുക്ക് വേണമെങ്കിൽ കട്ടപ്പനയ്ക്ക് പോകാം, അല്ലെങ്കിൽ കുട്ടിക്കാനം. ഓക്കെ, നമ്മളിപ്പോൾ കുട്ടിക്കാനം വഴിയാണ് നേരെ പാലയ്ക്ക് പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് അഡ്വഞ്ചർ പാർക്ക്, വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഇവിടെയാണ് മറ്റേ പാരാഗ്ലൈഡിങ് സംഭവമൊക്കെ ഉള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലേ? ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. As time goes by with you, as time goes by with you. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാഗമൺ പൈൻ ഫോറസ്റ്റ് പോയി. പിന്നെ നമ്മൾ വാഗമൺ വഴി നമ്മൾ അത്യാവശ്യം മറ്റേ ആ ടീ എസ്റ്റേറ്റ് ഒക്കെ കണ്ടല്ലേ? നമ്മൾ ആ ടീ എസ്റ്റേറ്റ് കണ്ട് കുറച്ച് അടിപൊളി സ്പോട്ടൊക്കെ പോയി. ഈ നമുക്ക് അടിപൊളി സൺസെറ്റ് കണ്ടു. ഓഫായി പോയതുകൊണ്ട് നമുക്ക് അത് ഗോപ്രോയിൽ എടുക്കാൻ പറ്റില്ല. കുറച്ച് വിഷ്വൽസ് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാറ്ററി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ചാർജ് ചെയ്തു. നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ പൊൻകുന്നം പാല പൈകയിലാണ് വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി അടുത്തൊരു വ്ളോഗിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.